ശ്രീ ഭഗത്, ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നൽകിയ വിശദീകരണത്തിലെ ഒരു പരാമർശം ഞാനത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതായത് കൂടൽമാണിക്യം ആക്റ്റും റെഗുലേഷനും പ്രകാരം ക്ഷേത്രത്തിലെ കഴകൻ ജോലികൾ നിർവഹിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളും ഉത്തരവുകളുമുണ്ട്. ഇതനുസരിച്ച് 1025+ DA ശമ്പള സ്കെയിലുള്ള കഴകം തസ്തികയിലേക്ക് പാരമ്പര്യമായി തന്ത്രി നിർദ്ദേശിക്കുന്ന വ്യക്തിയെയും 1300, 1880 ശമ്പള സ്കെയിലുള്ള കഴകത്തെ നേരിട്ടുള്ള നിയമനം വഴി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേനയുമാണ് നിയമിക്കേണ്ടത്. ഇതിൽ വാസ്തവമുണ്ടോ ശ്രീ ഭഗത്? നോക്കൂ, ഇവിടെ ഒരു പ്രധാന വിഷയമുണ്ട്. എവിടെയൊക്കെ നമുക്കറിയാം 48,000 ക്ഷേത്രം കേരളത്തിലുണ്ട് എന്നുള്ളത്. പക്ഷേ അതിൽ 3500 ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ദേവസ്വം ബോർഡ് കൈയടക്കിയിട്ടുള്ളത്. എന്തായിരിക്കും കാരണം? 48,000 ക്ഷേത്രത്തിനും 3500 എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ 3500 ക്ഷേത്രങ്ങളിൽ മാത്രം കൈയടക്കാൻ കാരണം, അവിടെ നിയമങ്ങൾ നടത്താൻ കാരണം തീർച്ചയായും അവിടെ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ അഷ്ടിക്ക് വരിയില്ലാതെ കുടുംബക്കാരോ അതിനോട് ബന്ധപ്പെട്ട ചുറ്റുവട്ടുള്ള ആൾക്കാരോ കൂടി കലർന്നുകൊണ്ടായിരിക്കും നടപ്പിലാക്കുന്നുണ്ടാവുക. പക്ഷേ ഈ 3500 വരെ ക്ഷേത്രങ്ങളിൽ കൈകടത്തുകയും അവിടെ തങ്ങളുടേതായ ആൾക്കാരെ തിരികെ കയറ്റാനുള്ള ചില നടപടികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കാൻ പറ്റും. നോക്കൂ, നമുക്കറിയാം, ഏകദേശം ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ കഴകക്കാരുടെ ജീവിച്ചുള്ള ഒരു പാരമ്പര്യമുള്ള ആൾ. നമ്മുടെ തറവാട്ടിലൊക്കെ തൊട്ടടുത്ത് തെക്കേപ്പാട്ട്, വടക്കേപ്പാട്ട്, അല്ലെങ്കിൽ കളത്തിൽ വാരിയം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്കൊരു പെല വന്നു. ആ പെലയ്ക്ക് തൽക്കാലം 15 12 അല്ലെങ്കിൽ ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള വാര്യക്കാരോട് സഹകരിച്ചു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം നിയമങ്ങൾ വരുന്ന സമയത്ത് ഇവരൊന്ന് പണിമുടക്കിയ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പണിമുടക്കുന്ന ഒരവസ്ഥയിലേക്ക് സാധാരണ ഒരു തൊഴിലിടങ്ങൾ പോലെയായി ക്ഷേത്രങ്ങളെ അധപ്പതിപ്പിക്കാനുള്ള ഇത്തരം നിയമങ്ങളോട് നമുക്ക് ഈ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് ഭക്തജന സമൂഹത്തിന് ഒരിക്കൽ പോലും അംഗീകരിക്കാനോ അതിൻ്റെ പിന്നാലെ നിൽക്കാനോ നമുക്ക് സാധിക്കില്ല എന്ന് ആദ്യമെന്ന് പറഞ്ഞു വെക്കട്ടെ. പ്രത്യേകിച്ച് വാര്യമഹാസഭയെ പോലുള്ള ചില കൃത്യമായ അജണ്ടകൾ സമൂഹത്തിന് മുന്നിൽ വെക്കാൻ നമ്മൾ പഠിപ്പിക്കുന്ന വ്യക്തികളായെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ നേരിടുന്ന ഏത് വെല്ലുവിളികളും അതിൻ്റേതായ ചിട്ടവട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ആചാരാനുഷ്ഠാനങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങൾ അത് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായും സർക്കാരിൻ്റെ അടിസ്ഥാനത്തിലുമായി കടന്നു വരുമ്പോൾ നോക്കൂ, ഈ പാരമ്പര്യമൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ പാരമ്പര്യമില്ല, പാരമ്പര്യത്തിനോട് ബന്ധപ്പെട്ടൊന്നും ഇല്ല എന്ന് പറയാൻ സമൂഹത്തെ പഠിപ്പിക്കുകയും അതിലേക്ക് ഇവരുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം കുത്തിക്കറ്റാനുള്ള ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. നമുക്കറിയാം, ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ യൂണിയനുകൾ വന്നു കഴിഞ്ഞു. സത്യത്തിൽ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ യൂണിയനുകൾ വന്നിട്ട് കാര്യമുണ്ടോ? നോക്കൂ, യൂണിയനുകളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പരിഭാവനത്തെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നോക്കൂ, ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളൊരു ക്ഷേത്രമുണ്ട്, ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രദേശത്ത് താമസിക്കുന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം A ക്ലാസ് ക്ഷേത്രമാണ്. അവിടെ ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ട്രസ്റ്റിമാർക്ക് ഉപദേശം നൽകുന്നത് ഞാൻ ഒരു ക്ഷേത്രവിശ്വാസികളോ അല്ലെങ്കിൽ അമ്പലവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ല എന്ന് പറയുന്നൊരു വക്കീലാണ്. ആ വക്കീൽ പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതൊരു ബിംബമാണെന്നുള്ള. പക്ഷെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നടന്നു വരുന്ന ഇത്തരം നിയമങ്ങൾ സമൂഹത്തെ പരോക്ഷമായി ക്ഷേത്രങ്ങളിലേക്ക് വരുത്താനുള്ള ആ ഭക്തജനങ്ങളുടെ അടുപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പാവം ഈ നിയമിച്ചിട്ടുള്ള വ്യക്തി തന്നെ അറിയുന്നില്ല താങ്കൾ എന്തിനാണ് നിയമിച്ചിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴാണ് കഴകക്കാരനായി വരുന്നത്. ഈ 12 നേരത്തെ പറഞ്ഞ അനിൽ നമ്പ്യാർ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത് ഞാൻ പറയുന്നത്, 12 കുടുംബാംഗങ്ങൾ അടങ്ങുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഒരു കുടുംബാംഗങ്ങൾ. ഈ 12 കുടുംബാംഗങ്ങളിൽ ഒരു കുടുംബാംഗങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. നോക്കൂ, ഒരിക്കൽ ഇപ്പോൾ ഈ കാരായ്മ എന്ന് പറയുന്നത് എഴുതി കൊടുത്തിട്ട് വേണം. നോക്കൂ, നമ്മൾ ഒരു വടക്കേപ്പാട്ട് തറവാട്ടുകാർ, തെക്കേപ്പാട്ട് തറവാട്ടുകാർക്ക് കഴകം കുറച്ചു കാലം നടത്തണമെന്നുണ്ടെങ്കിൽ അത്തരം കാലത്തെ ഒരു എഴുത്തവിടെ കൊടുത്തിട്ടാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ സംഭവം ചെയ്യുന്നത്. ഇതിവിടെ ഒന്നും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നു കയറുമ്പോൾ നോക്കൂ, ആ 12 ഇന്ന് ഈ ഒരു കുടുംബത്തിലേക്കാണ് ഇവർ കടന്നു കയറിയിട്ടുള്ളത്. പാവം ഈ നിയമിച്ചിട്ടുള്ള ഈ പാവം വ്യക്തി നിസ്സഹായനായിട്ടാണ് എനിക്കിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടു വായിച്ച് തോന്നിയത്.
പക്ഷേ ഇന്ന് ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഈ സംഭവം നാളെ ഈ 12 കുടുംബാംഗങ്ങളിലേക്കും കടന്നു വരാനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും കടന്നു വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ക്ഷേത്ര മതേതരമെന്ന് പറയുന്ന ഈ സംഘടനയാണ്, ഈ പ്രസ്ഥാനങ്ങളാണ്, ഈ ഭരണകൂടമാണ് ഇതിനൊക്കെ വഴിവെളിച്ച് ഈ സമൂഹത്തിൻ്റെ അരക്ഷിതാവസ്ഥയ്ക്കോ ഹൈന്ദവ സമൂഹത്തെ തമ്മിത്തല്ലിക്കാനുള്ള ഹിഡൻ അജണ്ടയുമായി ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത് എന്നാണ് നമുക്ക് വാര്യ മഹാസഭയ്ക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അല്ല, ദേവസ്വം അധികൃതർ പ്രതീക്ഷിച്ചത് ഈ ബാലുവിനെ കാരായ്മക്കാർ കൈകാര്യം ചെയ്യും, ക്ഷേത്രത്തിന് അകത്തിട്ട് തന്നെ കൈകാര്യം ചെയ്യും എന്നൊരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ പെട്ടെന്ന് തന്നെ അവിടേക്ക് നിയമിച്ചത്. പക്ഷേ അതുണ്ടായില്ല അല്ലേ? അതെ, അല്ല, അത് തന്നെയാണ് ശരിയും. നോക്കൂ, അവിടെ ജനങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരാണ്. ജനങ്ങൾ മാത്രമല്ല, ഈ തന്ത്രി അടക്കം ബോധവാന്മാരാണ്. ഇത് ഇന്ന് ഈ പറയുന്ന വാര്യന്മാരുടെ ഈ വാര്യർ കുടുംബത്തിലേക്ക് കടന്നു കയറിയാൽ നാളെ തന്ത്രിയുടെ തലയ്ക്കാണ് വരുന്നത്. നോക്കൂ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്ത് പറഞ്ഞാലും നമ്മൾ ദേവസ്വം ബോർഡ് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തും തലയ്ക്ക് എന്തൊരു ചെറിയൊരു അമ്പലത്തിൽ ചെറിയ വിഷയമുണ്ടെങ്കിൽ ആ ചെറിയ വിഷയം ചർച്ച ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഭക്തജന കമ്മിറ്റിയുടെ ഭക്തജനങ്ങളോട് ബന്ധപ്പെട്ട ആൾക്കാരോട് പറയുന്നത് തന്ത്രിക്കാണ് എല്ലാ അവകാശങ്ങളും, ഞങ്ങൾക്കൊന്നും അവകാശമില്ല. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് സമ്പത്തിന് ആവശ്യമുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന ചില വിഷയങ്ങൾ ആസ്പദമായി സംസാരിക്കുമ്പോൾ അതൊക്കെ തന്ത്രിയുടെ തലക്കിടും, അല്ലെങ്കിൽ ട്രസ്റ്റിയുടെ തലക്കിടും. ഈ ട്രസ്റ്റിയുടെയും തന്ത്രിയുടെയും തലക്കിട്ട് ഇത് ജനങ്ങളിലേക്ക് ഈ ഭക്തജന കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ ചെല്ലുമ്പോൾ ഇത് സമൂഹത്തിലേക്ക് ഈ സംഭവം പകർന്നു നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലൂടെ ഇവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയാണ് പരോക്ഷമായിട്ട് ഇവിടെയുള്ള ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത്. പല ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചല്ല, ചില നിയുക്തരായിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നറിയാത്ത ഭാവത്തിൽ സമൂഹത്തിനുള്ളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇറക്കി ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈന്ദവ വിശ്വാസം പ്രത്യേകിച്ച് ഭക്തജനങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കടന്നുകയറ്റങ്ങൾ നമ്മൾ ഇന്ന് തന്നെ മുളയിലെ നുള്ളിയിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാം ഉപജീവന മാർഗം, പ്രത്യേകിച്ച് ക്ഷേത്ര ജീവനക്കാരുടെ ഉപജീവന മാർഗം ഒക്കെ തന്നെ ഇവർ കവർന്നെടുക്കും. നോക്കൂ, ഇത് ഇനി ചില ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ മതേതരത്വത്തിന് ഞങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പല സമുദായത്തിൻ്റെ ആൾക്കാരെയും ഹൈന്ദവ വിശ്വാസികളെ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നു തുടങ്ങി. ഹൈന്ദവ വിശ്വാസത്തോട് യാതൊരു കൂറുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതേ ആൾക്കാർ തന്നെ നാളെ മതേതരത്വത്തിൻ്റെ പേര് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് കേഡറ്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് MLA ആണെന്ന് പറഞ്ഞുകൊണ്ട് 4 ക്ഷേത്രങ്ങൾ ഭരിക്കാനും തന്ത്രിക്ക് മുകളിലും അതിൻ്റെ മുകളിലും ഭക്തജനങ്ങളുടെ മുകളിലും കയറിയിരിക്കാൻ അതിവിദൂരത്തല്ലാത്ത കാലഘട്ടം വന്നിരിക്കുന്നു എന്നാണ് നമുക്കിത് ചൂണ്ടിക്കാണിക്കുന്നത്. യെസ്, ഡെമോക്രസിൻ്റെ വാൾ തൂങ്ങിക്കിടപ്പുണ്ട്. ഒറ്റ കാര്യം കൂടി ശ്രീ ഭഗത്ത്, അതായത് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ 6 തന്ത്രിമാരുണ്ട്. പക്ഷേ ഈ കഴകം വിവാദത്തിന് ശേഷം ഈ തന്ത്രിമാരുടെ എണ്ണം 1ലേക്ക് ചുരുക്കാൻ ദേവസ്വം നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നും അറിയുന്നു. ശരിയാണോ അത്? തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു വാര്യ സമൂഹത്തിനുള്ളിലേക്ക് കയറിയത് ഇപ്പോൾ മൊത്തം ഉള്ളിലേക്ക് കവർന്ന് കയറി കഴിഞ്ഞു. ഒരിക്കൽ പോലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ തന്ത്രി സമൂഹമോ അവിടുത്തെ വാര്യ സമാജമോ ഒരിക്കൽ പോലും ജാതി പറഞ്ഞിട്ടില്ല, ജാതിയുടെ അപക്ഷേപം നടത്തിയിട്ടില്ല. അവർ പറഞ്ഞത് അവിടുത്തെ കാരായ്മക്കാരെ ഒഴിവാക്കിക്കൊണ്ടൊരു കാര്യം നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും നോക്കൂ, നമ്മൾക്ക് പാലക്കാട് ജില്ലയിലുള്ള താമസിക്കുന്ന ഒരാളാണ്. ചെനക്കത്തൂർ പൂരായാലും മറ്റ് പല പൂരങ്ങളിലൂടെ മുറിച്ചിൽ കാളവേല അതുപോലെ തന്നെ മറ്റേ വേലകൾ നടത്തുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ അവകാശങ്ങളായിട്ടാണ് ഈ കാളവേല കെട്ടാനും കുതിരവേല കെട്ടാനും ഒക്കെ നടത്തുന്നത്. ഇത് അവർക്ക് ശരിയല്ല, ഞങ്ങൾ കെട്ടാന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ സമുദായം അതിനെതിർക്കും. അതേ സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാൻ അവർ സമ്മതിക്കുമോ? നമുക്ക് ഉപജീവന മാർഗ്ഗം എൻ്റെ ചെറുപ്പം മുതലൊക്കെ നമുക്ക് കണ്ടു വളർന്നതാണ്. ഒരു ഭക്ഷണമില്ലാതെ നമ്മളവിടെ നമുക്കറിയാം, നമ്മുടെ സമുദായത്തിൻ്റെ പല ആൾക്കാരും പടച്ചോറ് വേണ്ടി കാത്തിരിക്കുന്ന, എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 3 ദിവസം കൂടുമ്പോൾ ഒരു പടച്ചോറ് കിട്ടിയാൽ അത് വയറ് നിറഞ്ഞാൽ അത് മോരും കൂട്ടി എന്തെങ്കിലും കഴിക്കുക എന്നൊരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറി വലിയ വലിയ സമ്പത്ത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 48,000 ഒന്നുമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഇവരാരും കടന്നു കയറുന്നില്ല. അപ്പോൾ ഈ കടന്നുകയറ്റം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും